പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരളത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി പുറത്തു ചീഞ്ഞു നാറിയ ഇടതുപക്ഷ സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഡൽഹിയിൽ പോയി കടന്ന് നടത്തുന്ന തമ്മിലടിയെക്കുറിച്ചും കടിച്ചു പറിയെക്കുറിച്ചിട്ടുമായി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? നേരത്തെ കോൺഗ്രസിനകത്ത് 2 ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പ്രശ്നങ്ങൾ സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ പരിഹരിച്ചു പോകുമായിരുന്നു. ആ 2 ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് ഇല്ലാതാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിനെ ഗ്രൂപ്പ് വിമുക്ത പാർട്ടിയാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിൽ ഗ്രൂപ്പ് മാനേജർമാരുടെ കാലം അവസാനിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് 2021 ഒരു പുനഃസംഘടന ഒരു നേതൃമാറ്റം നടത്തി. അതിനുശേഷം ഇപ്പോൾ 2025 ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു നേതൃമാറ്റം നടത്തി. ഈ 2 നേതൃമാറ്റങ്ങളുടെയും ഫലം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പ് ഇല്ലാതാക്കാനാണ് എന്ന് പറഞ്ഞ് നടത്തിയ ഈ നേതൃമാറ്റത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ 2 ഡസൻ ഗ്രൂപ്പുകളായി എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കരുണാകരനും ആന്റണിയും ആയിരുന്നു 2 ഭാഗങ്ങളായി നിന്നിരുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എന്നുള്ള നിലയിൽ നിന്നു. പിന്നീട് സതീശനും കെ സുധാകരനും പറഞ്ഞു വന്നു. അതിങ്ങോട്ട് വന്ന് ഇപ്പോൾ സതീശനും കെ സുധാകരനും കഴിഞ്ഞ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 2 ഗ്രൂപ്പിന് പകരം എല്ലാ MP-മാർക്കും ഓരോ ഗ്രൂപ്പ് എന്നുള്ള നിലയിലാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. 5-ാം വർഷം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒറ്റയ്ക്കൊരുമയായി നിന്ന് ഒരു മനസ്സോടെ സമരം ചെയ്യേണ്ട കോൺഗ്രസ് നേതാക്കന്മാർ ഡൽഹിയിൽ പോയിട്ട് തമ്മിലടിച്ച് കടിച്ച് കീറുകയാണ്. തുണിയുരിഞ്ഞ് അടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കാണുന്നത്. ജംബോ കമ്മിറ്റിയുമായിട്ട് അവിടെ ഇന്ദിരാഭവനിൽ ചെന്നപ്പോഴത്തേക്ക് തലക്കടി കൊടുത്ത് ഓടിച്ചു എന്നാണ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ MP-ക്കും ഓരോ DCC പ്രസിഡന്റിനെ വേണം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പിണറായി സർക്കാരിൻ്റെ അഴിമതിക്കും ധൂർത്തിനെതിരെ സമരം ചെയ്യാനല്ല അവർക്ക് താല്പര്യം. പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. പിണറായി സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ ഒരു ആത്മാഭിമാനമുള്ള ഡോക്ടറെ കൊത്തിപ്പറിക്കുമ്പോൾ ആ ഡോക്ടർക്ക് പിന്തുണയുമായി ജനങ്ങളെ സംഘടിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ സിസ തോമസ് എന്ന് പറഞ്ഞൊരു വൈസ് ചാൻസലർ വന്നപ്പോൾ അവരെ മാറ്റാൻ വേണ്ടി നിയമ ഭേദഗതി ചെയ്യുന്നത് ഈ കടിച്ചു പറിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് നേതാക്കന്മാർക്ക് താല്പര്യമില്ല. തുച്ഛമായി 230 രൂപ വരുമാനം കിട്ടുന്ന ആശാപ്രവർത്തകരുടെ ശമ്പളത്തിൽ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ 300 ദിവസത്തിൽ കൂടുതൽ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ കിടന്ന് സമരം ചെയ്യുകയാണ്. അതിനെക്കുറിച്ചിട്ട് അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ആകെപ്പാടെ താല്പര്യം എന്താണ്? കടിച്ചു പറിക്കണം. തോറ്റാലും വേണ്ടില്ല, മുത്തി ചത്താലും വേണ്ടില്ല, കട്ടിലൊഴിയണം. അവർക്ക് തെരഞ്ഞെടുപ്പ് തോറ്റാലും വേണ്ടില്ല, അവരുടെ പോക്കറ്റിലിരിക്കുന്നവരെ അവർക്ക് DCC പ്രസിഡന്റുമാരായി കിട്ടണം. ഇതാണ് അവരുടെ ആഗ്രഹം. രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ ആളായിരിക്കണം. കാസർഗോഡ്, തിരുവനന്തപുരക്കാരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ, പക്ഷേ കാസർഗോഡ് DCC പ്രസിഡന്റ് തൻ്റെ ആളായിരിക്കണം. PK ശ്രീകണ്ഠൻ പാലക്കാടുകാരന് എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് ഇടിഞ്ഞു വീണാലും കുഴപ്പമില്ല, പാലക്കാട് DCC പ്രസിഡന്റ് ആളായിരിക്കണം. എറണാകുളത്ത് നിന്ന് MP ഉണ്ട്, ഒരു ചെറുപ്പക്കാരൻ, മീശ പോലും മുളയ്ക്കാത്തൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾക്ക് അയാളുടെ ആളായിരിക്കണം അവിടുത്തെ DCC പ്രസിഡന്റ്. ഇടുക്കിയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരു MP ഉണ്ട്. ആ MP-ക്ക് പത്തനംതിട്ടയിലെ DCC പ്രസിഡന്റ് അയാളുടേതായിരിക്കണം. മാവേലിക്കര നടന്ന ഒരു MP 10 തവണയായിട്ട് ജയിക്കുന്ന ഒരു MP ഉണ്ട്. നമുക്ക് 10 തവണയായിട്ട് അയാളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത ഒരുത്തനെ കൊല്ലത്തെ KPC പ്രസിഡന്റ്, അവനെ മാറ്റാനേ പാടില്ല. ഇങ്ങനെ പിണറായി വിജയൻ ഇനി 1-2 തവണ ഭരിച്ചാലും MP-മാർക്ക് പ്രശ്നമില്ല. അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന DCC പ്രസിഡന്റുമാർ അവർക്ക് ഇവിടെ എന്തൊരു നാണം കെട്ട അവസ്ഥയാണ്. ഞാൻ ആലോചിക്കും, ഇവനൊക്കെ ഈ പണി നിർത്തി പോകണ്ടേ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങൾ കിടന്ന് ഉഴലുകയാണ്. ഈ ഹാരിസ് ചിറക്കൽ എന്നൊക്കെ പറഞ്ഞ ആ പാവപ്പെട്ട ഡോക്ടറെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് പിന്തുണ കൊടുക്കുന്നവന്മാർ അവിടെ കിടന്ന് തുണി പറിച്ച് അടിക്കുകയാണ്. VD സതീശനെ പോലുള്ളവന്മാരൊക്കെ. എന്തായിരുന്നു ഈ VD സതീശനെ പോലുള്ളവർ പറഞ്ഞു? ഞങ്ങൾ 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കും. എന്നിട്ട് ഇപ്പൊ കിടന്ന് അടിക്കുന്ന അടി കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യുവമാരെ പത്തല് വെട്ടി അടിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പത്തല് വെട്ടി അടിക്കണം അവന്മാരെ. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് എന്താ? വീഡിയോയിൽ പറയാനുള്ളത്, ഇപ്പം നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം കണ്ട്, ഇപ്പം നടക്കുന്ന ഈ തമ്മിലടി കണ്ട്,
ഇപ്പൊ നടക്കുന്ന ഈ കടിച്ചു കീറൽ കണ്ട് കോൺഗ്രസിലെ 2 നേതാക്കന്മാർ ചിരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിലെ 2 നേതാക്കന്മാർ ചിരിക്കുന്നുണ്ടാവും. അവർ പുറമേ ചിരിക്കില്ലെങ്കിലും ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും, അവർ യാതൊരു സംശയവുമില്ല. എൻ്റെ ഈ വീഡിയോ കണ്ടും അവർ ചിരിക്കും, പൊട്ടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിലൊരാളുടെ പേരാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചെറുപ്പത്തിൽ 28 വയസ്സിൽ മന്ത്രിയായി, എത്രയോ തവണ ലോക്സഭ അംഗമായി, 10-15 വർഷം മുമ്പ് പ്രവർത്തക സമിതി അംഗമായി, ഏതാണ്ട് 2005 മുതൽ 2014 വരെ KPCC പ്രസിഡന്റായി, ആഭ്യന്തര മന്ത്രിയായി, ഒരു തവണ 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായി. നിർഭാഗ്യവശാൽ കോവിഡും കിറ്റും പെൻഷനും വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചില്ല. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സ്ഥാനവുമില്ല. ഒരു പാർട്ടിയിലും ഇത്ര സീനിയർ ആയിട്ടുള്ള നേതാവ് ഒരു സ്ഥാനവുമില്ലാത്തൊരവസ്ഥ വേറൊരു പാർട്ടിയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പരാതിയുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഒരു പരാതിയും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അയാളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന VD സതീശൻ ഒരു സംഘടനയുടെയും, കോൺഗ്രസിൻ്റെ ഒരു സംഘടനയുടെയും പ്രസിഡന്റ് ആയിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ KSUവിൻ്റെയോ ഒന്നും പ്രസിഡന്റ് ആയിട്ടില്ല. 3-4 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. അവിടുന്ന് നേരെ പ്രതിപക്ഷ നേതാവ്, ഒരു 5 പ്രമോഷൻ കിട്ടി മുകളിലോട്ട് വന്ന ആളാണ് VD സതീശൻ. അയാൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രമേശ് ചെന്നിത്തല ഈ തമ്മിലടി കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പരസ്യമായി ചിരിക്കുന്നില്ലെങ്കിലും രഹസ്യമായി അദ്ദേഹം ചിരിക്കുന്നുണ്ടാവും. അദ്ദേഹം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടും ചിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്താ കാരണം? 2005 മുതൽ 2014 വരെ KPC പ്രസിഡന്റ് ആയിരുന്നു രമേശ് ചെന്നിത്തല. ആ 2005 മുതൽ 2014 വരെ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അവർ തമ്മിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. എത്ര മനോഹരമായി, എത്ര ഗംഭീരമായി, ഒരേ മനസ്സോടുകൂടിയാണ് 2005-ലും 2014-ലും ഇടയിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഈ കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത്. എത്ര തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു. 2006-ൽ തോറ്റു, പക്ഷേ 2011-ൽ ജയിച്ചു. എനിക്കൊന്ന് 2009-ലും 2014-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 2010-ൽ ഏതാണ്ട് 800 പഞ്ചായത്തുകളിൽ 500 പഞ്ചായത്തുകൾ ജയിച്ചു രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ. ഏറ്റവും സ്തുത്യർഹമായി പാർട്ടിയും, ഏറ്റവും സ്തുത്യർഹമായി സർക്കാരും, സ്തുത്യർഹമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളും നേടാൻ കഴിഞ്ഞ ആളാണ് രമേശ് ചെന്നിത്തല. 7 വർഷം അയാൾ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു അപശബ്ദവും കോൺഗ്രസിലുണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി വേറൊരു ഗ്രൂപ്പും രമേശ് ചെന്നിത്തല വേറൊരു ഗ്രൂപ്പുമായിരുന്നു. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അവർ ആ പാർട്ടി സംവിധാനത്തെ അവർ കൊണ്ടുപോയിരുന്നത്. ഇപ്പം 5 വർഷമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സ്ഥാനവുമില്ല, അയാൾക്കൊരു പരാതിയുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ കടിച്ചു കീറൽ കാണുമ്പോഴുണ്ടല്ലോ, അയാൾക്ക് നല്ലപോലെ അയാൾ ചിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പം എന്താ അവസ്ഥ? ഏതാണ്ട് 1.5 മാസത്തിന് മുമ്പ് പുതിയൊരു പ്രസിഡന്റ്, KPC പ്രസിഡന്റ് വന്നു. 3 വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നു. KPC പ്രസിഡന്റ് പേര് സണ്ണി ജോസഫ് എന്നാണ്. അയാൾ ഇരിക്കൂർ അവിടുന്ന് കണ്ട് MLA ആണ്. ഒരു വർക്കിംഗ് പ്രസിഡന്റ് പേര് PC വിഷ്ണുനാഥ്. വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് പേര് ഷാഫി പറമ്പിൽ. വേറൊരാളുടെ പേര് AP അനിൽകുമാർ. ഇവർ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു പ്രസിഡന്റുമാണ് ഉള്ളതെന്ന് ഞാൻ പറയാൻ കാരണം, ഉള്ളതെന്ന് പറഞ്ഞാലേ അവരുള്ളതായിട്ട് നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 4 പേരുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ. ഇവർ വന്നിട്ട് 1.5 മാസമായി. സണ്ണി ജോസഫ് എന്നും പറഞ്ഞൊരു KPC പ്രസിഡന്റ് ഇവിടെ ഉണ്ടെന്ന്, ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഒരാൾ പ്രസിഡന്റാണ് കേട്ടോ എന്ന് പറയണമെന്നല്ലാതെ കാശിന് അയാളെ കൊണ്ട് കൊള്ളുവോ എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ കെ സുധാകരനെ പല അവസരത്തിലും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കെ സുധാകരനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൂപ്പാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എത്രയോ ഭേദമായിരുന്നു കെ സുധാകരൻ. എത്രയോ ഭേദമായിരുന്നു. എത്രയോ തലയെടുപ്പുള്ളൊരു നേതാവായിരുന്നു അയാൾ. മലബാറിൽ നിന്നുള്ള ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നില്ല അദ്ദേഹം. ചില വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നില്ല. പിണറായി വിജയനെതിരെ തലയുയർത്തി നിന്ന് സമരം ചെയ്യാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. പിണറായി വിജയന് ഈ സമകാലികൻ എന്ന് നമുക്ക് തോന്നില്ലായിരുന്നു കെ സുധാകരന്. എത്ര ശക്തമായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു അയാൾ ഇറക്കിക്കൊണ്ടിരുന്നത്. അയാളുടെ കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടിയില്ലേ? ആ സ്ഥാനത്തേക്ക് വന്ന ആളാണ് സണ്ണി ജോസഫ്. എന്താണ് സണ്ണി ജോസഫിന്റെ അവസ്ഥ? ഈ പറഞ്ഞ പോലെ ആനയിരുന്നിടത്ത് ആടിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പോലും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രസ്താവന പോലും ആ പാവപ്പെട്ടവൻ്റെത് നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ സണ്ണി ജോസഫിന് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും വില സണ്ണി ജോസഫിന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ കൊടുക്കുന്നുണ്ടോ?
അതിനേക്കാൾ എത്രയോ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തായിരുന്നു കെ സുധാകരൻ ഇരുന്നത്. എന്തൊരു തലയെടുപ്പുണ്ടായിരുന്നു അയാൾക്ക് കെ സുധാകരൻ. ഇനി 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, വല്ല കാൽ കാശിന് കൊള്ളുമോ? ഞാൻ പറഞ്ഞപ്പോൾ PC വിഷ്ണുനാഥ് എൻ്റെ സുഹൃത്താണ്. പക്ഷേ പത്രസമ്മേളനം നടക്കുമ്പോഴത്തേക്ക് ഈ ചമ്മിയ മോന്തയായിട്ട് സണ്ണി ജോസഫിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു വിഷ്ണുനാഥനെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നുകയാണ് PC വിഷ്ണുനാഥനെ കുറിച്ച്. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അയാളെക്കുറിച്ച്. ഈ 3 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ സാമാന്യം മെച്ചപ്പെട്ട ഒരാളാണ് PC വിഷ്ണുനാഥ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഷ്ടം. വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അയാളുടെ പ്രകടനം കാൽക്കാതിന് കൊള്ളാത്തതാണ്. മൈനസാണ് PC വിഷ്ണുനാഥിൻ്റെ പ്രകടനം. ഏത് പത്രസമ്മേളനത്തിൽ നിങ്ങൾ നോക്കിയാലും കഷ്ടമാണ് കേട്ടോ, എനിക്കൊരു പുല്ലും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു മോഭാവമാണ് ഈ PC വിഷ്ണുനാഥിനുള്ളത്. എൻ്റെ സുഹൃത്തും കൂടെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 4 പൈസയുടെയും വിലയില്ല, ഒരു അതോറിറ്റിയില്ല. പിന്നെ ഷാഫി പറമ്പലിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. മുടിയൊക്കെ ഇങ്ങനെ ചെത്തി കോളേജ് പിള്ളേരെ പോലെ വെട്ടി നല്ല 1000 രൂപയുടെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കാം, എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഈ ഷാഫി പറമ്പലിനൊക്കെ എന്തിൻ്റെ വിലയാണ് കോൺഗ്രസിലുള്ളത്? ആരാണ് ഷാഫി പറമ്പലിന് വില കൊടുക്കുന്നത്? ആരാണ് ഷാഫി പറമ്പലിന് വില കൽപ്പിക്കുന്നത്? പിന്നെ AP അനിൽകുമാർ എന്നും പറഞ്ഞിട്ട് ഒരു നേതാവുണ്ട്. അയാളെക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. അയാൾ KC വേണുഗോപാൽ പക്ഷമായതുകൊണ്ട് അയാളെ പിടിച്ചിരുത്തി. അപ്പോൾ കാൽ കാശിന് കൊള്ളാത്ത ഒരു സംഘടനാ നേതൃത്വമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഒരു പട്ടിക്കുഞ്ഞും വില കൽപ്പിക്കുന്നില്ല, ഒരു MP-യും വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാ MP-മാർക്കും ഗ്രൂപ്പാണെന്ന്. ഇത് കാണുമ്പോൾ ചിരിക്കുന്ന വേറൊരു നേതാവും കോൺഗ്രസിലുണ്ട്. ആ നേതാവിനെ കൂടെ പറ്റിക്കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചോളാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ബെന്നി ബെഹനാൻ. ഒരു സംശയവും വേണ്ട, ഞാൻ അയാൾക്ക് വേണ്ടിയാണ് നിന്നത്. പിന്നെ കോൺഗ്രസിനകത്ത് അയാളായിരുന്നു KPC പ്രസിഡന്റ് ആകാൻ ഏറ്റവും അർഹൻ എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലതവണ ഞാൻ പറയുകയും വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് സംഘടനാ രംഗത്ത്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്തുള്ള ഏറ്റവും ഈ മികച്ച ഒരു മെറ്റീരിയലായിരുന്നു ബെന്നി ബെഹനാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം A ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പിനെ ഇത്രയും സുസംഘടിതമായിട്ടുള്ളൊരു ഗ്രൂപ്പാക്കി വളർത്തിയെടുക്കുന്നതിൽ ബെന്നി ബെഹനാന് വലിയ പങ്കുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പുറകിൽ നിന്ന് ആ പ്രവർത്തനം മുഴുവൻ സംഘടനാപരമായി നടത്തിയ ആളാണ് ബെന്നി ബെഹനാൻ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം പേര് വിളിക്കാൻ കഴിയുന്ന ആളാണ് ബെന്നി ബെഹനാൻ. സണ്ണി ജോസഫിനെ വല്ലതും കഴിയുമോ? സണ്ണി ജോസഫിന് കണ്ണൂരുള്ള കുറച്ച് പേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പേര് വിളിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ബെന്നി ബെഹനാൻ അതായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഈ സമരം നടത്താൻ ഉള്ള സമയത്ത് ബെന്നി ബെഹനാനെ KPC പ്രസിഡന്റ് ആക്കിയിരുന്നുവെങ്കിൽ സുസംഘടിതമായി കോൺഗ്രസ് എന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ചെയ്യുന്നതിന് പകരം ഈ KC വേണുഗോപാലും പ്രകൃതികളും കൂടെ ചേർന്ന് അവരുടെ ചില പിണിയാളുകളെ എടുത്തു വെച്ചതിൻ്റെ ഗതികേടല്ലേ ഇപ്പോൾ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ 2 ഗ്രൂപ്പിന് പോരെ ഇപ്പോൾ 2 ഡസൻ ഗ്രൂപ്പായത്. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ട സമയത്ത് ഡൽഹി പോയി കടിച്ചു പറിക്കുന്നതും മുണ്ടുരിഞ്ഞ് നിൽക്കുന്നതും വിവസ്ത്രരായി നിൽക്കുന്നത് അതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ബെന്നി ബെഹനാനും ചിരിക്കുന്നുണ്ടാവും, ഒരു സംശയവും എനിക്ക് ഇല്ല. ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഈ വീഡിയോ കാണുമ്പോഴും അവർ ചിരിക്കും. ബെന്നി ബെഹനാനെ KPC പ്രസിഡന്റ് ആക്കിയിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസ് സുസജ്ജമാകുമായിരുന്നു പിണറായി സർക്കാരിനെതിരെ സമരം നടത്താൻ. കാരണം ഏറ്റവും മികച്ചൊരു സംഘാടകനായിരുന്നു ബെന്നി ബെഹനാൻ. അയാളെക്കാളും ജൂനിയർ ആയിട്ടുള്ള എത്രയോ പേര് മന്ത്രിയായി പോയി. അയാൾ ഒരു തവണ പോലും മന്ത്രിയായിട്ടില്ല. 2 തവണ MLA, 1 തവണ MP ആയിട്ടുള്ളൂ. അതേസമയം അയാളുടെ കൂടെ വന്നവർ പലരും മന്ത്രിമാരായി പോയി. അയാൾ അങ്ങനത്തെ ഒരാളല്ല. അയാൾ ഈ അളിഞ്ഞ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്ന ആളുമല്ല. അയാൾക്ക് വേണ്ടി എനിക്ക് എന്നെ KPC പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ് ആരുടെ പോയതായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഇയാളുടെ തലയ്ക്ക് വെളിവില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ ബെന്നി ബെഹനാനെ KPC പ്രസിഡന്റ് ആക്കുമായിരുന്നു. പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ് ഏറ്റവും പ്രധാനമെന്ന് കണ്ടുകൊണ്ട് ബാക്കിയുള്ള സ്വാർത്ഥ നിശ്ചിത താല്പര്യങ്ങളെല്ലാം അയാൾ മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ അയാൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. അയാൾക്ക് തെരഞ്ഞെടുപ്പ് തോറ്റാലും വേണ്ടില്ല, അയാളുടെ ആളുകളെ സ്ഥാനത്ത് കൊണ്ട് വെക്കണം എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെയാണ് ഈ കാൽക്കാശിന് കൊള്ളാത്ത ഈ സണ്ണി ജോസഫിനെയും ഈ മറ്റേ വിഷ്ണുനാഥിനെയും ഈ എന്താണ് ഷാഫി പറമ്പലിനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗതികേട് അനുഭവിക്കുന്ന ജനങ്ങളാണ് എന്നിവർ മനസ്സിലാക്കണം, ഈ വേണുഗോപാലും കൂട്ടരുമൊക്കെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ തമ്മിത്തല്ലും കടിച്ചു പറയും ഈ ചക്കളത്തി പോരാട്ടവും ഈ ഗ്രൂപ്പിസവും ഒക്കെ കാണുമ്പോൾ കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.